ഇപ്പോൾ എക്സസൈസസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എക്സസൈസ് കൊണ്ട് മാത്രം നമുക്കൊരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. എക്സസൈസിന് വേറെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് റെജീം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അമിതവണ്ണം ഇതെല്ലാം ചെയ്തിട്ടും നമുക്കൊരു പരിധിവരെ കുറയുന്നുള്ളൂ, നമുക്കിത് കൂടുതൽ കുറയേണ്ടതുണ്ട് എന്ന് ഉള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം അമിതവണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് പല റിസ്കുകളുണ്ട്. പ്രമേഹം വരാൻ സാധ്യതയുണ്ട്, ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടും, ലിവറിൻ്റെ അകത്ത് കൊഴുപ്പ് കൂടും, ഫാറ്റി ലിവർ, സിറോസിസ്, ഇതെല്ലാം നമുക്ക് അമിതവണ്ണം കാരണം വരാവുന്ന പല കോംപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഹൃദ്രോഗം, ഇതെല്ലാം വരാം. അപ്പോൾ അതുകൊണ്ട് അമിതവണ്ണം കുറയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടി. അപ്പോൾ ഇതിന് നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു, പക്ഷേ നമുക്ക് ആവശ്യത്തിന് കുറയുന്നില്ലെങ്കിൽ പിന്നെ മരുന്നുകളുടെ സഹായം നമുക്ക് തേടാം. ഇതെല്ലാം വളരെ സേഫായിട്ട് എടുക്കാവുന്ന മരുന്നുകളാണ്. പുറം രാജ്യങ്ങളിലും ഇതേ മരുന്നുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഏകദേശം 10 വർഷം ഇംഗ്ലണ്ടിൽ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്തതാണ്. അവിടെയും അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ഇതേ മരുന്നുകൾ തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇന്ത്യയിൽ മാത്രം പരീക്ഷണാർത്ഥം കൊടുക്കുന്ന മരുന്നുകളല്ല. ഇതെല്ലാം അവിടെ അതാത് സ്ഥലങ്ങളിലെ റെഗുലേറ്ററി ഏജൻസീസ് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ തന്നെയാണ് ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് മോഡേൺ മെഡിസിനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 തരം മരുന്നുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫാറ്റ് ബ്ലോക്കറാണ്. ഫാറ്റ് ബ്ലോക്കർ എന്നുള്ള ടാബ്ലറ്റുകളുണ്ട്. അത് ഫാറ്റ് ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റെപ്സിൻ്റെ അകത്തുള്ള കൊഴുപ്പ് തടയുന്ന രീതിയിൽ, അത് അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന രീതിയിലുള്ള ഇൻഡസ്റ്റൈനൽ ലൈപ്പേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഓർലിസ്റ്റാറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ അത് എടുത്താൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ അകത്തുള്ള കൊഴുപ്പ് അത് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. നമ്മുടെ സ്റ്റൂൾസ് ഇച്ചിരി ഓയിലി ആവും എന്നുള്ളൊരു സൈഡ് ഇഫക്റ്റ് മാത്രമേ ഇതിൽ കാണാറുള്ളൂ. കാരണം ആ കൊഴുപ്പ് പുറത്തേക്ക് പോകും, അത് അബ്സോർബ് ആവത്തില്ല. സാധാരണ ഈ ഒരു മരുന്ന് എടുത്ത് ഒരു 3 കിലോ 4 കിലോ 5 കിലോ വരെയൊക്കെ വെയിറ്റ് കുറയുന്നത് കാണാറുണ്ട്. ഇതിന് മുകളിലേക്കും വെയിറ്റ് ലോസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് GLP-1 ഏജൻസ് ആണ്. GLP-1 ഏജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെൻ്റ് ആണ്. പൊതുവേ ഇത് ആദ്യം കണ്ടുപിടിച്ചത് പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണെങ്കിലും അത് എടുക്കുന്ന ആൾക്കാർക്ക് വളരെയധികം വെയിറ്റ് ലോസ് വരുന്നത് കൊണ്ട് ഇപ്പോൾ അത് വെയിറ്റ് പ്രമേഹമില്ലാത്തവർക്കും വെയിറ്റ് കുറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ സംവിധാനമാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ടിർസപ്പെറ്റൈഡ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന സാധനങ്ങൾ വളരെ ഹൈ ഡിമാൻഡിലാണ്. എന്ന് വെച്ചാൽ US-ലും യൂറോപ്പിലും ഒന്നും അത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയധികം ഡിമാൻഡാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റ് റെജീംസിൽ. ഇതിനെല്ലാം ഈ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഏകദേശം 15 കിലോ വരെയൊക്കെയുള്ള വെയിറ്റ് ലോസ്, 10% അല്ലെങ്കിൽ 15% വെയിറ്റ് ലോസ്, 20% വരെയൊക്കെ വെയിറ്റ് ലോസ് കാണാറുണ്ട്. അപ്പോൾ അത് വളരെ പവർഫുൾ ഏജൻസ് ആണ് വെയിറ്റ് കുറയ്ക്കുന്നതിന്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് കുത്തുമ്പോൾ നമുക്ക് ഫുഡിനോടൊരു വിരക്തി വരും, വലുതായിട്ടൊന്നും കഴിക്കാൻ തോന്നില്ല, വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കും, അതുപോലെയൊക്കെയുള്ള എഫക്ട്സ് ആണ്. ചില ആൾക്കാർക്ക് ആദ്യം അത് തുടങ്ങുമ്പോൾ ചെറിയ വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ കാണാറുണ്ട്. അതെല്ലാം നമ്മളത് തുടർച്ചയായി എടുത്തുകൊണ്ടിരുന്നാലും വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ കാണാറില്ല. വളരെ റെയറായിട്ട് പാൻക്രിയാസിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ ഒരു പോസിബിലിറ്റി നമ്മൾ പറയാറുണ്ട്. അതും നമുക്ക് വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. അതെല്ലാം ഒരു ട്രയൽസിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സേഫായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന അംഗീകൃതമായ അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റെജീമാണ്. അത് ഇന്ത്യയിൽ നമുക്കുള്ളത് ഡെയിലി എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിന് ലിറാഗ്ലൂട്ടൈഡ് എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഇൻസുലിൻ എടുക്കുന്ന പോലെ തന്നെ ഡയൽ ചെയ്ത് എടുക്കാവുന്നതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഈ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മരുന്നിൻ്റെ ഒരു ടാബ്ലറ്റ് വെർഷൻ അവൈലബിൾ ആണ്, എല്ലാ ദിവസവും എടുക്കാവുന്ന ഒരു ഗുളിക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതെല്ലാം GLP-1 ഏജൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന സാധനങ്ങളാണ്. ഇതിലെല്ലാം നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് ലോസ് ആവശ്യമുള്ളവർക്ക് പിന്നീട് ബെരിയാട്രിക് സർജറി എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. അത് പൊതുവേ നമ്മുടെ രാജ്യത്ത് അത്ര പോപ്പുലർ അല്ല, കാരണം ആർക്കും അതിന് ഒരു സർജറി ചെയ്യുന്നതിനോട് പൊതുവേ അത്ര താല്പര്യമില്ല. ഒരുപാട് പൊണ്ണത്തടിയുള്ളവർ പോയി ചെയ്യാറുണ്ട്. നമുക്കറിയാവുന്ന പല പൊളിറ്റീഷ്യൻസും അവരും ഒക്കെ സർജറി ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്, ഈ ബെരിയാട്രിക് സർജറി. അപ്പോൾ നമുക്കിത് മോഡേൺ മെഡിസിനിൽ ഈ 3 തരം ട്രീറ്റ്മെൻറ്റ്സ് ആണ് ശരിക്കും ഉള്ളത്. ടാബ്ലറ്റ്സ് ഉണ്ട്, GLP-1 ഏജൻസ് ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും ഉണ്ട്, പിന്നെ സർജറിയും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അമിതവണ്ണത്തിൻ്റെ അളവ് എന്താണെന്നും അതിന് അനുസൃതമായി നമുക്ക് എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നും ഉള്ളത് അനുസരിച്ചാണ് നമുക്ക് എത്ര കുറയണം എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാകുന്നത്. ആ ടാർഗറ്റിന് അനുസൃതമായാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, അമിതവണ്ണം നമുക്കൊരു വലിയ പ്രശ്നമാണ്. അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, അത് ചികിത്സിക്കേണ്ടതാണ്. അത് നമുക്ക് ഡയറ്റിലൂടെ ചികിത്സിക്കാം, എക്സസൈസിലൂടെ ചികിത്സിക്കാം, മരുന്നുകൾ കൊണ്ട്, ഇഞ്ചക്ഷൻസ് കൊണ്ട്, ടാബ്ലറ്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഒന്നും
ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ചെയർ ആടാതിരിക്കണമെങ്കിൽ 4 കാല് വേണം. അതിൻ്റെ അത് ഒരു കാല് മാത്രം വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് അത് ആടാതിരിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഈ ചികിത്സാ സംവിധാനത്തിൽ പലപ്പോഴും നമുക്ക് എല്ലാം വേണം. ഡയറ്റും വേണം, എക്സസൈസും വേണം, ചിലപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ, ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അമിതവണ്ണം ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫ്രീ അപ്രോച്ച് അല്ല. അത് നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ അത് പിന്നീട് വേറെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് അതിന് ഫലപ്രദമായ ചികിത്സ മോഡേൺ മെഡിസിനിലുണ്ട്. അത് എടുക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.